നിങ്ങളുടെ മനസ്സിൽ ഇന്നും ആരോടെങ്കിലും ദേഷ്യമോ വേദനയോ പറയാൻ കഴിയാത്ത ഒരു ഇഷ്ടക്കേടോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ആ ഭാരം മറ്റാരെയുമല്ല, നിങ്ങളെയാണ് ഓരോ ദിവസവും ഇല്ലാതാക്കുന്നത്. ഇന്ന് ആ മാനസികമായിട്ടുണ്ടായിട്ടുള്ള ആ ഇഷ്ടക്കേടിനെ അല്ലെങ്കിൽ ആ ഭാരത്തിനെ സ്നേഹത്തോടെ വിട്ടയക്കാൻ നമുക്ക് ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. നമസ്കാരം, ഇറ്റ്സ് മീ രമ്യ സുജേഷ്, ഹീലിംഗ് ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ച്, യോഗ ആൻഡ് മെഡിറ്റേഷൻ ടീച്ചർ, NLP ട്രെയിനർ, റേക്കി ഹീലർ, മെന്റർ. ഈ അഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ വേദനകളെയും വിട്ടയക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ഞാൻ എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ മനസ്സിന് സമാധാനം തിരഞ്ഞെടുക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിന് സമാധാനം തിരഞ്ഞെടുക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹത്തോടെയും കരുണയോടെയും സ്വീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹത്തോടെയും കരുണയോടെയും സ്വീകരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഇപ്പോൾ അംഗീകരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഞാനിപ്പോൾ സ്നേഹത്തോടെ അംഗീകരിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന വേദനകളെ ഞാൻ മെല്ലെ വിട്ടയക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന വേദനകളെ ഞാൻ മെല്ലെ വിട്ടയക്കുന്നു. ക്ഷമ എൻ്റെ ഹൃദയത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു. ക്ഷമ എൻ്റെ ഹൃദയത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ എന്നെ ഇപ്പോൾ അലട്ടുന്നില്ല. എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ എന്നെ ഇപ്പോൾ അലട്ടുന്നില്ല. ഓരോ ദിവസവും എൻ്റെ ഹൃദയം കൂടുതൽ ശാന്തമാകുന്നു. ഓരോ ദിവസവും എൻ്റെ ഹൃദയം കൂടുതൽ ശാന്തമാകുന്നു. എൻ്റെ മനസ്സിൽ സമാധാനം നിറയുന്നു. എൻ്റെ മനസ്സിൽ സമാധാനം നിറയുന്നു. ഞാൻ കോപത്തെയും നിരാശയെയും സ്നേഹത്തോടെ വിട്ടയക്കുന്നു. ഞാൻ കോപത്തെയും നിരാശയെയും സ്നേഹത്തോടെ വിട്ടയക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഹൃദയം സ്നേഹത്തിനും സമാധാനത്തിനും മാത്രമായി തുറന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം സ്നേഹത്തിനും സമാധാനത്തിനും മാത്രമായി തുറന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നിലുള്ള മാറ്റത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ എന്നിലുള്ള മാറ്റത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. എനിക്ക് നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളെ ഞാൻ വിട്ടയക്കുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഞാൻ വിട്ടയക്കുന്നു. എൻ്റെ ഊർജം എന്നെ സന്തോഷത്തിനായി ഉപയോഗിക്കുന്നു. എൻ്റെ ഊർജം എൻ്റെ സന്തോഷത്തിനായി ഉപയോഗിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ക്ഷമിച്ചു കൊടുക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കുന്നു. എൻ്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അതനുസരിച്ച് വളരുകയും ചെയ്യുന്നു. എൻ്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിക്കുകയും അതിനനുസരിച്ച് വളരുകയും ചെയ്യുന്നു. ഓരോ ശ്വാസവും എന്നെ കൂടുതൽ സ്വതന്ത്രനാക്കുന്നു. ഓരോ ശ്വാസവും എന്നെ കൂടുതൽ സ്വതന്ത്രനാക്കുന്നു. ഞാൻ സ്നേഹത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഞാൻ സ്നേഹത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നു. എൻ്റെ ഹൃദയഭാരം ഞാൻ ഇറക്കി സമാധാനത്തിലേക്ക് സഞ്ചരിക്കുന്നു. എൻ്റെ ഹൃദയഭാരം ഇറക്കി ഞാൻ സമാധാനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ എന്നെയും മറ്റുള്ളവരെയും കരുണയോടെ കാണുന്നു. ഞാൻ എന്നെയും മറ്റുള്ളവരെയും കരുണയോടെ കാണുന്നു. എന്നെ വേദനിപ്പിച്ച ഓരോരുത്തരോടും ഈ നിമിഷം ഞാൻ ക്ഷമിച്ച് പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നെ വേദനിപ്പിച്ച ഓരോരുത്തരോടും ഞാൻ ഈ നിമിഷം ക്ഷമിച്ച് പുറത്ത് കൊടുത്തിരിക്കുന്നു. ഈ അഫർമേഷൻസ് എന്നോടൊപ്പം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫോർഗീവ്നെസ് എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓർമ്മിക്കൂ, ക്ഷമിക്കുന്നത്
സംഭവിച്ചതിനെ അംഗീകരിക്കണമെന്നല്ല, നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സമാധാനത്തിലേക്ക് മുന്നോട്ടു പോകാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈ നിമിഷം തന്നെ ഫോർഗീവ് ചെയ്തു കൊടുക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.